കേരളത്തിലെയും ഇന്ത്യയിലുമൊക്കെ രാഷ്ട്രീയക്കാരിൽ പൊതുവെ എല്ലാവരും തന്നെ അഴിമതി നടത്തി എന്നൊന്നും സമ്മതിക്കാത്ത ആളുകളാണ്. അവരെ അഴിമതി നടത്തിയെന്ന് ഇനി കയ്യോടെ പിടിക്കപ്പെട്ടാൽ പോലും, ഇപ്പോൾ തെഹൽക്കയുടെയോ അല്ലെങ്കിൽ നാരദയുടെയോ ഒക്കെ സ്റ്റിംഗ് ഓപ്പറേഷനുകളിൽ പലപ്പോഴും കയ്യോടെ പിടിക്കപ്പെട്ടവർ പോലും ഒരിക്കലും കോടതിയിൽ വന്നിട്ട് പോലും ഒരു കൺഫെഷൻ നടത്തുകയോ പശ്ചാത്താപം പ്രകടിപ്പിക്കുകയോ ഞങ്ങൾ അഴിമതി നടത്തി എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പല മന്ത്രിമാർക്കൊക്കെ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റിംഗ് ഓപ്പറേഷനുകളിൽ പെട്ട് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. കേവലം 1 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചതിനാണ് അന്ന് BJPയുടെ പ്രസിഡൻ്റൊക്കെ തന്നെ രാജിവെക്കേണ്ടി വന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. കൂടാതെ ഇപ്പോഴത്തെ നമ്മുടെ ബംഗാളിലെ ചീഫ് മിനിസ്റ്ററായിട്ടുള്ള സുവേന്ദു അധികാരി അടക്കമുള്ള 14ഓളം മന്ത്രിമാർ ഒരു തവണ രാജിവെക്കേണ്ടി വന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് നാരദയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് മാത്യു സാമുവലൊക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ നടത്തി കൈയോടുകൂടി ക്യാമറയിലൊക്കെ തന്നെ പിടിക്കപ്പെടുമ്പോൾ പോലും ഒരാൾ പോലും ഇത് ഞാൻ ചെയ്തതാണ്, സോറി, ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഐ ആം ദ സോറി എളിയ എന്നൊന്നും പറയാറില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തനാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ എന്നുള്ളതിൽ നമുക്ക് വലിയ അഭിമാനം കൊള്ളേണ്ടതുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ വിശദമായിട്ട് പറയാം. അദ്ദേഹം ഞാൻ അഴിമതി ചെയ്യാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അഴിമതി നടത്തുന്ന ധീരനായ ഒരാളാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരം ആളുകളെക്കുറിച്ചൊക്കെ തന്നെ B.A. ശോകു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതായത് ഹോണസ്റ്റ് കറപ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചില മന്ത്രിമാരൊക്കെ തന്നെയുണ്ട്, അവർ മന്ത്രിമാർ കൃത്യമായിട്ട് B.A. ശോകുവിനെ വിളിക്കുമ്പോൾ B.A. ശോകു പറയും ഈ ഫയലിൽ എനിക്ക് ഒപ്പിടാൻ പറ്റില്ല, കാരണം ഇതിൽ മുഴുവൻ അഴിമതിയുണ്ട്, ആകെ പ്രശ്നമാണ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹം റോജി M. ജോണിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അവർ പറയുകയാണ് ഇത് ആശയവും ആദർശമൊക്കെ പറഞ്ഞ് അദ്ദേഹം സമ്മതിക്കില്ല, ഒപ്പിടില്ല. പക്ഷെ അവർ അദ്ദേഹത്തോട് വളരെ മാന്യമായിട്ട് അവർ പറയുകയാണ്, ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് അഴിമതി നടത്താൻ വേണ്ടി അവർ പറയുകയാണ്, ഞങ്ങളിത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിലും മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടും. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ഇതിൽ നിന്നൊരു 10, 15, 20 ലക്ഷമൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ, എനിക്ക് 1 ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് ചില്ലറ കിട്ടേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും എങ്കിൽ ഞാൻ തടസ്സപ്പെടുത്തില്ല, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഞാനിതിൽ ഒപ്പിടുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ എൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നോട്ടൊന്നും എഴുതി വെക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്ത് തരാം, വിട്ടുതരാം, നിങ്ങളെന്താ ചെയ്തോളൂ, ഞാൻ കണ്ടില്ലെന്ന് നടിക്കാം എന്ന് പറയും. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന വാക്കെന്ന് പറയുന്നത് ഹോണസ്റ്റ് കറപ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരാണ്, പക്ഷെ അവർ സത്യസന്ധരായ അഴിമതിക്കാരാണ് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സത്യസന്ധനല്ല, ധീരനായ ഒരു അഴിമതിക്കാരനാണ് സതീശൻ എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാം. ആ കാരണം പറഞ്ഞിട്ടുള്ളത് സതീശൻ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജാനുവരിയിലൊക്കെ തന്നെ ഈ ബെക്കാഡിക്കാർ, അതായത് ബെക്കാഡി എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വലിയ ലോകത്ത് തന്നെയുള്ള 120 രാജ്യങ്ങളിൽ കച്ചവടം നടത്തുന്ന ഒരു വൻകിട കമ്പനിയാണ്. ക്യൂബയിലാണ് അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. സ്പാനിഷ് ആയിട്ടുള്ള ആളുകളാണ്, ഒരു ഫാമിലിയാണ്, അതിൻ്റെ ഫാമിലി ഓൺഡ് ബിസിനസ്സാണ്. അതിൻ്റെ 7ാം തലമുറയാണ് ബിസിനസ് നടത്തുന്നത്. പാവപ്പെട്ട ആളുകളാണ്. 43,000-44,000 കോടി രൂപയാണ് അവരുടെ ടേൺ ഓവർ തന്നെ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് കേവലം 3,570 കോടി രൂപ മാത്രമാണ് എന്നുള്ളതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇന്ത്യയിലെ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് മഹേഷ് മാധവനാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള പാവം പിടിച്ച ആളുകളൊക്കെ തന്നെ വന്ന് ഈ VD സതീശനെ കണ്ടിട്ട് അവരുടെ ഇപ്പോൾ നോർത്ത് അമേരിക്കയിൽ അവരുടെ സെയിൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളുടെ സെയിൽ അവിടെയൊക്കെ കുറവാണ്, ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ചെറിയൊരു സഹായം ചെയ്യണം, ടാക്സ് ഒന്ന് കുറച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലേക്ക് പുതിയൊരു സെഗ്മെൻറ്റ് വന്നിരുന്നു. ആ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് 42% ആൽക്കഹോൾ അടങ്ങിയതാണ് ലിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 6% ആൽക്കഹോൾ അടങ്ങിയതാണ് ബിയർ എന്നൊക്കെ പറയുന്നത്. അതിന് മദ്യമായിട്ട് ആരും കണക്ക് കൂട്ടുന്നില്ല. മദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ 0.5 മുതൽ 10% വരെയുള്ളതിന് 140%, 10 മുതൽ 20% വരെ ആൽക്കഹോൾ അടങ്ങിയ മദ്യത്തിന് 175% തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ 251% ടാക്സ് ആയിരുന്നു നേരത്തെ കൊടുക്കേണ്ടിയിരുന്നത്. അത് കൊടുക്കണ്ട, പകരം എന്ത് ചെയ്യാം, ഇപ്പോൾ 75% കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ്, 20%. പിന്നെ ഇത് മദ്യം സുലഭമാകാനും സഹായിക്കും. കാരണം എന്താ വെച്ചാൽ വെള്ളമോ സോഡയോ ഐസ് ക്യൂബോ ഒന്നും അന്വേഷിച്ച് നടക്കണ്ട, കൊക്കോക്കോളയും പെപ്സിയും മേടിക്കണ്ട, ഇത് പൊട്ടിച്ചാൽ നേരിട്ട് കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നല്ല കിക്ക് കിട്ടും. ബിയറിനേക്കാളൊക്കെ ഒരു 3 ഇരട്ടി 4 ഇരട്ടി കിക്ക് കിട്ടുന്നൊരു സാധനമായിരിക്കും. അപ്പോൾ നല്ല തോതിൽ സെയിൽ കൂടും. പക്ഷേ ഈ പദ്ധതിയുമായിട്ട് വന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ അടുത്ത് വന്ന് ഇവരൊരു അനുമതി ചോദിച്ചിരുന്നു ടാക്സ് കൊടുക്കാൻ. പക്ഷേ ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ അടുത്ത് വന്ന് അനുമതി ചോദിച്ചപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇത് VD സതീശൻ അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. ഇവർ ഉറപ്പായിട്ട് പ്രതിപക്ഷ നേതാവല്ലേ, ഇനി അടുത്ത ഗവൺമെൻറ് വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ സതീശനൊരു മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം.
ആ മുന്നറിയിപ്പ് നൽകിയത് അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് നിങ്ങൾക്ക് അപേക്ഷ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം, അളിയ നില്ല് എന്നാണ് പിണറായിയോട് പറഞ്ഞത്. അളിയ നിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ചെയ്യല്ലേ, ഞാൻ വന്നിട്ട് ഈ അഴിമതി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പണ്ടിലെ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിലൊരു സീനുണ്ട്. അതായത് നിങ്ങളെ ആരും ഇവിടെ തല്ലല്ലേ, മാറ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഇവന് ഒറ്റയ്ക്ക് തല്ലണം എന്ന് പറയുന്നുണ്ട് മോഹൻലാൽ. ഈ കുപ്പി പൊട്ടിച്ച് കളഞ്ഞ സിദ്ദിഖിനെ ഒറ്റയ്ക്ക് തല്ലണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വി ഡി സതീശൻ അന്ന് ആർജവത്തോടു കൂടി പറഞ്ഞത്, നില്ല് ഇതിപ്പോൾ ചെയ്യല്ലേ, ഞാൻ വന്നിട്ട് എനിക്ക് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞ്. ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതിയാണ് എന്നുള്ളത് കൂടി പുള്ളി അന്ന് പറഞ്ഞു. അതായത് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട വി ഡി സതീശൻ തന്നെ ഓപ്പണായി പറഞ്ഞു, ഇതിങ്ങനെ കുറച്ച് കൊടുക്കരുത്, ഇത് കുറച്ച് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം ഇത് കോടികൾ കിട്ടുന്ന പണിയാണ്, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോടികൾ മേടിക്കാനുള്ള പണിയാണ്, നിങ്ങൾക്ക് എത്ര കിട്ടി എന്നാണ് ചോദിച്ചത്, കൂടാതെ ഇത് വലിയ അഴിമതിയാണെന്ന് പറഞ്ഞു. ഈ 4 കാര്യവും ഉറക്കെ പ്രഖ്യാപിച്ച ധീരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അന്ന് പിണറായി അത് ചെയ്തില്ല. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റ് നമുക്ക് 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കലൊന്നും നടപ്പാക്കില്ലെന്ന് വെച്ചാൽ നമ്മൾ സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ ചെലവുകൾ കുറക്കും, കാരണം മദ്യം അദ്ദേഹം സുലഭമാക്കിയിട്ടുണ്ട് എന്നുള്ളത് മറന്നുപോയത്. അങ്ങനെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു നേതാവും ചെയ്യാത്ത പോലെ ഇത് അഴിമതിയാണ്, ഇത് ഈ പറയുന്ന പോലെ പണം കിട്ടുന്ന കാര്യമാണ്, എത്ര നിങ്ങൾക്ക് കിട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയ ഏറ്റവും ധീരനായിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ വി ഡി സതീശനായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം, അത് കമ്പനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 600-1000 കോടി രൂപ ലാഭം ഉണ്ടാക്കുന്ന പണിയാണ് പ്രതിവർഷം എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലത്തേക്ക് ഒരു 5000 കോടി രൂപ ലാഭം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ലാഭം ഉണ്ടാക്കിയാൽ എത്ര ആളുകൾ ഗിഫ്റ്റായോ അല്ലെങ്കിൽ സമ്മാനമായിട്ടോ ഒക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ സ്വന്തം നടത്താൻ പോകുന്ന അഴിമതിയെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പേ വിളിച്ചു പറഞ്ഞ് നല്ല ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ് അതിനുശേഷം വന്ന് അത് നടത്തിയ പരമധീരനായ എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല. ടോപ്പിക്ക് കഴിഞ്ഞു. ഇത് താല്പര്യമുള്ളവർ കേട്ടാൽ മതി. നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ലെവൽ 1 മുതൽ 6 വരെയുള്ള മെമ്പർഷിപ്പുകളുണ്ട്. അതിലേതെങ്കിലും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനും അപ്പുറത്തേക്ക് വലിയ ബെനിഫിറ്റൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ നമ്മുടെ ചാനൽ നിലനിൽക്കണമെന്നും നമ്മളുടെ ചാനൽ ഇതുപോലെ തുടരണമെന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നേരിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ മറ്റൊരു ചാനൽ കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രവാണി എന്നാണ്, ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രവാണി എന്നാണ്. അതിൻ്റെ അർത്ഥം പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രവാണിയോടൊപ്പം എന്നാണ്. അതിലിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് 1 മണിക്കൂർ 44 മിനിറ്റുള്ള പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഉറപ്പായിട്ടും കാണണം. അത് എങ്ങനെയാണ് 5 കൊല്ലങ്ങൾ കൊണ്ട് പിണറായി വിജയൻ്റെ ഒരു ഇമേജ് ഇടിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ആരും പറയാത്ത മാധ്യമ രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചാണ്. അടുത്തൊരു എപ്പിസോഡ് ഈ ആഴ്ചകളിൽ തന്നെ നമ്മൾ ഉടനെ തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള എപ്പിസോഡുകളൊക്കെ എടുക്കുന്നത് കുറച്ചുകൂടി എക്സ്പെൻസീവായ വലിയ പണച്ചെലവുള്ള കാര്യമായതുകൊണ്ട് കൂടിയാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ചോദിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ ചെയ്താൽ മതി. കഴിയാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും തുടർച്ചും നമ്മുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടും തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു.